അമ്മേ, എന്നമ്മേ, ദൈവകുമാരൻ്റെ അമ്മേ, അമലോത്ഭവയാം അമ്മേ, കർമ്മലസഭയുടെ അമ്മേ. അമ്മേ, എന്നമ്മേ, ദൈവകുമാരൻ്റെ അമ്മേ, അമലോത്ഭവയാം അമ്മേ, കർമ്മലസഭയുടെ അമ്മേ. കൃപയുടെ പെരുമഴ പെയ്യാനെൻ്റെ ജീവിത നഭസിൽ മേഘക്കീറ ഉയർന്നു നിൽക്കണമേ. കൃപയുടെ പെരുമഴ പെയ്യാനെൻ്റെ ജീവിത നഭസിൽ മേഘക്കീറായി ഉയർന്നു നിൽക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി. ഇന്ന് തിരുസഭ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ സഭയുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പരിശുദ്ധ അമ്മയുടെ ജനനത്തോടു കൂടെയാണ് കൃപയുടെ ഒരു പുതിയ യുഗം മനുഷ്യകുലത്തിന് ലഭിക്കുന്നത്. പാപത്തിൻ്റെ പഴയ യുഗം അവസാനിക്കുകയും കൃപയുടെ പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് ദൈവശാസ്ത്രപരമായി പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയെ ധ്യാനിക്കാം, പരിശുദ്ധ അമ്മയുടെ ജനനത്തെ ധ്യാനിക്കാം, പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ, അവളുടെ പഞ്ചേന്ദ്രിയങ്ങളെ, അവളുടെ ശരീരത്തിൽ അവൾക്ക് കിട്ടിയ കൃപകളെ ധ്യാനിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യാം. 6-ാം നൂറ്റാണ്ട് മുതലാണ് തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. വിശുദ്ധ നാട്ടിൽ പരിശുദ്ധ അമ്മയുടെ ജന്മസ്ഥലത്ത് ഒരു ദേവാലയം അവളുടെ പേരിൽ പണി കഴിപ്പിക്കുകയും ആ ദേവാലയത്തിൻ്റെ ഡെഡിക്കേഷനുമായി ബന്ധപ്പെട്ട്, ആശീർവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ തിരുനാൾ പൗരസ്ത്യ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിൽ. പാശ്ചാത്യ സഭയിലേക്ക്, യൂറോപ്പിലേക്കൊക്കെ ഈ തിരുനാൾ 7-8 നൂറ്റാണ്ടുകളിലാണ് എത്തിച്ചേരുന്നത്. പരിശുദ്ധ അമ്മ തൻ്റെ ജനനം മുതൽ, അവളുടെ ജന്മത്തിൻ്റെ ആദ്യ സമയം മുതൽ അമലോത്ഭവയായിരുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, വിശ്വാസം പ്രഘോഷിക്കുന്നുണ്ട്. അമലോത്ഭവ തിരുനാൾ വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ 6-ാം നൂറ്റാണ്ട് മുതൽ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത, എന്തുകൊണ്ടാണ് സെപ്റ്റംബർ മാസത്തിൽ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാണ്. പൗരസ്ത്യ സഭയിൽ ലിറ്റർജിക്കൽ ഇയർ ആരംഭിക്കുന്നത് സെപ്റ്റംബറിലാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തോടെ പുതിയ നിയമയുഗം ആരംഭിക്കുകയാണ്. അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8-ാം തീയതി നിശ്ചയിക്കപ്പെടുന്നത് തന്നെ ഈ സെപ്റ്റംബർ 8-ാം തീയതിയിലുള്ള അമ്മയുടെ ജനന തിരുനാളുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് അമ്മയുടെ ജനനത്തിന് 9 മാസം മുൻപ്, അതാണ് ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ തിരുനാൾ. കൃത്യം 9 മാസം കഴിയുമ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ ജനന തിരുനാൾ. അതുപോലെ തന്നെയാണ് ഈശോയുടെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നതും. മാർച്ച് 25-ാം തീയതി കഴിഞ്ഞ് കൃത്യം 9 മാസം കഴിയുമ്പോൾ, അതായത് ഡിസംബർ 25-ാം തീയതി നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. അപ്പോൾ ക്രിസ്തുമസിൻ്റെ ആ ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് മംഗളവാർത്ത തിരുനാൾ നിശ്ചയിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൃപയുടെ ഒരു പുതിയ യുഗമാണ് അമ്മയുടെ ജനനത്തിലൂടെ ആരംഭിക്കുന്നത്. പഴയ യുഗം എന്ന് പറയുന്നത് പാപത്തിൻ്റെ യുഗമാണ്. മനുഷ്യൻ്റെ ജന്മം, ആദം മുതലുള്ള മനുഷ്യകുലത്തിൻ്റെ ഒരു യുഗമെന്ന് പറയുന്നത് പാപത്തിൻ്റെ യുഗമാണെങ്കിൽ, പരിശുദ്ധ അമ്മ മുതൽ ഇങ്ങോട്ട് കൃപയുടെ യുഗമാണ്. അത് പുതിയ യുഗമാണ്. പാപമില്ലാത്ത മനുഷ്യ ജീവിതത്തിൻ്റെ പുതിയ യുഗം. പ്രൈസ് ദ ലോർഡ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് അമ്മയുടെ ജനന തിരുനാൾ ഇത്രമേൽ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ഇത് ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. മനുഷ്യകുലം അതിൻ്റെ ആരംഭം മുതൽ ഈ കൃപയുടെ കാലഘട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രക്ഷകന്റെ കാലഘട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പാപമില്ലാത്ത മനുഷ്യ ജീവിതത്തിനു വേണ്ടി ഉള്ള കാത്തിരിപ്പിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ അവസാനമാണ് പരിശുദ്ധ അമ്മയുടെ ജനനം. അതുപോലെ കൃപയുടെയും രക്ഷയുടെയും പുതിയ യുഗത്തിൻ്റെ ഉദ്ഘാടനമാണ് പരിശുദ്ധ അമ്മയുടെ ജനനം എന്ന് പറയുന്നത്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സഭയെ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്: സ്വർഗീയമായ എല്ലാ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിഷ്കളങ്കരായിരിക്കാനാണ്, പരിശുദ്ധരായിരിക്കാനാണ്. അതിൻ്റെ മറ്റൊരു വാക്ക് അമലോത്ഭവങ്ങളായിരിക്കാനാണ് എന്നാണ്. നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് അമലോത്ഭവങ്ങളായിരിക്കാൻ എന്നാണ് മറ്റൊരു ട്രാൻസ്ലേഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു പുതിയ യുഗമാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തോടുകൂടെ ആരംഭിക്കുന്നത്. ഇനി പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു എന്നതും എപ്രകാരമാണ് അമ്മയുടെ ജനനം എന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന പ്രോട്ടോ എവഞ്ചേലിയം ഓഫ് സെൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ വിശുദ്ധ ജോവാക്കിമും വിശുദ്ധ അന്നയും ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് മക്കളില്ലായിരുന്നു. ആ ദമ്പതികൾ വന്ധ്യതയുടെ പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്രകാരം വന്ധ്യത നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു, അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്രകാരം നിന്ദിക്കപ്പെടുകയും പരിത്യക്തമാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ദമ്പതികൾ എന്താണ് ചെയ്തതെന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ഈ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. മക്കളില്ലാത്തതിൻ്റെ അപമാനവും പരിത്യക്തതയും അനുഭവിച്ച ജോവാക്കിം 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ജോവാക്കിം മരുഭൂമിയിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കാൻ. തൻ്റെ വാർദ്ധക്യ അവസ്ഥയിലാണ്. പക്ഷേ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ഒരു ദാഹവും ആഗ്രഹത്തോടും കൂടെ അപ്രതീക്ഷകൾ കൈവിടിയാതെ തൻ്റെ ശരീരം മൃതമാണെങ്കിലും വിശ്വാസത്താൽ ശരീരത്തിന് ജീവൻ ലഭിക്കുമെന്ന പ്രത്യാശയിൽ പ്രാർത്ഥനയിലായിരിക്കാൻ വിശുദ്ധ ജോവാക്കിം തീരുമാനിക്കുന്നു. ജോവാക്കിം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: എൻ്റെ ദൈവമായ കർത്താവ് എന്നെ നോക്കുന്നതുവരെ, എന്നെ കടാക്ഷിക്കുന്നതുവരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല. പ്രാർത്ഥന എൻ്റെ ഭക്ഷണവും പാനീയവും ആയിരിക്കും. ജോവാക്കിം പ്രാർത്ഥിക്കുകയാണ്, ദൈവം എന്നെ കടാക്ഷിക്കുന്നത് വരെ, അതായത് ദൈവം എന്നെ കടാക്ഷിച്ച് എനിക്ക് ഒരു കുഞ്ഞിനെ നൽകുന്നത് വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്ന് വാശി പിടിച്ച് ജോവാക്കിം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. രക്ഷകൻ്റെ അമ്മയാകാനുള്ളവൾ അയാളിൽ നിന്ന് ജനിക്കും എന്ന് വാഗ്ദാനം ലഭിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതേ സമയം അന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരിടത്ത് നിന്ന് അന്ന പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, സാറായുടെ ഗർഭപാത്രത്തെ അനുഗ്രഹിച്ച് അവൾക്ക് ഒരു മകൻ ഇസഹാക്കിനെ നൽകിയതുപോലെ എന്നെയും അനുഗ്രഹിക്കുകയും എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. അന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിലെ സംഭവങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അബ്രഹത്തിനും സാറയ്ക്കും അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ കുഞ്ഞിനെ നൽകിയതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അന്ന തൻ്റെ വന്ധ്യതയെ ഓർത്ത് വിലപിക്കുന്ന ഒരു കാവ്യം വിശുദ്ധ യാക്കോബ് എഴുതുന്നുണ്ട്. അന്ന വിലപിച്ചുകൊണ്ട് ദീർഘമായൊരു പ്രാർത്ഥന നടത്തുകയാണ്. അവൾ ആകാശത്തിലേക്ക് നോക്കി. അവളുടെ ആ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആ ഒരു മരത്തിൽ ഒരു കുരുവിയുടെ കൂട് കണ്ടു. അവൾ സ്വയം വിലപിക്കുകയാണ്, അയ്യോ, ആരാണ് എന്നെ ജനിപ്പിച്ചത്? ഏത് ഗർഭപാത്രമാണ് എന്നെ പ്രസവിച്ചത്? ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഞാൻ ഒരു ശാപമായി തീർന്നിരിക്കുന്നു. അവർ എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. അയ്യോ കർത്താവേ, ഞാൻ എന്തിനോടാണ് ഉപമിക്കപ്പെട്ടത്? ഞാൻ ആകാശത്തിലെ പക്ഷികളെപ്പോലെയല്ല. കാരണം ആകാശത്തിലെ പക്ഷികൾ പോലും നിന്റെ മുമ്പാകെ ഫലഭൂയിഷ്ടമാണ്. അയ്യോ കർത്താവേ, ഞാൻ എന്തിനോടാണ് ഉപമിക്കപ്പെട്ടത്? ഞാൻ ഭൂമിയിലെ മൃഗങ്ങളെപ്പോലെയല്ല. കാരണം ഭൂമിയിലെ മൃഗങ്ങൾ പോലും നിന്റെ മുൻപിൽ ഫലഭൂയിഷ്ടമാണ്. അയ്യോ കർത്താവേ, ഞാൻ എന്തിനോടാണ് ഉപമിക്കപ്പെട്ടത്? ഞാൻ ഈ ജലാശയങ്ങളെപ്പോലെയല്ല. കാരണം ഈ വെള്ളങ്ങൾ പോലും നിന്റെ മുൻപാകെ ഫലഭൂയിഷ്ടമാണ്. അയ്യോ കർത്താവേ, ഞാൻ എന്തിനോടാണ് ഉപമിക്കപ്പെട്ടത്? ഞാൻ ഈ ഭൂമിയെപ്പോലെയല്ല. കാരണം ഭൂമി പോലും അതിൻ്റെ സമയത്ത് ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അന്നയുടെ സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. അന്ന കുരുവികളെ നോക്കുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുന്നു, അവ ഫലഭൂയിഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്. ഞാൻ അവയെപ്പോലെയല്ല. അന്ന മൃഗങ്ങളെ നോക്കുന്നു, അവ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു, എനിക്കതിനുള്ള ഭാഗ്യമില്ല. ജലാശയങ്ങളെ നോക്കുന്നു, ഭൂമിയെ നോക്കുന്നു, എല്ലാം ഫലം നിറഞ്ഞതാണ്, പക്ഷേ എൻ്റെ ജീവിതം ഫലമില്ലാത്തൊരു ജീവിതമാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് നിലവിളിക്കുമ്പോഴും അവൾ കർത്താവിനെ പഴിപറയുകയല്ല, കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നയുടെ ഈ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. നമുക്ക് ഇല്ലാത്തതിനെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ വിലപിക്കുന്നതിന് അവകാശമുണ്ട്. കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുത്ത് തങ്ങൾക്ക് ആവശ്യമുള്ളതിന് വേണ്ടി വിലപിക്കുന്നത് പോലെ, ചോദിക്കുന്നത് പോലെ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കുവിൻ. ചോദിക്കുന്നത് പോലെ, കരയുന്നത് പോലെ, കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കുന്നതിന് അവകാശമുണ്ട്. പക്ഷെ അതോടൊപ്പം അന്ന ചെയ്യുന്നത്, ദൈവമേ, നിൻ്റെ ഏത് തീരുമാനത്തിലും നിൻ്റെ ഏത് പ്രവൃത്തിയിലും നീ വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് അന്ന കർത്താവിനോട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അന്നയോട് പറയുന്നു, അന്ന, കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേട്ടു. നീ ഗർഭം ധരിച്ച് പ്രസവിക്കും. നിന്റെ സന്തതി ലോകം മുഴുവനും അറിയപ്പെടും. നിന്റെ സന്തതി ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു സന്തതിയായിരിക്കുമെന്ന വാഗ്ദാനമാണ് അന്നയ്ക്ക് ദൈവദൂതൻ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, മറിയം പിറന്നു വീണത് ജോവാക്യമിൻ്റെയും അന്നയുടെയും പ്രാർത്ഥനയുടെ മടിത്തട്ടിലേക്കാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ഇപ്രകാരം തീഷ്ണതയുള്ള പ്രാർത്ഥനയുടെ മടിത്തട്ടിലേക്കാണോ എന്ന് ഇന്നേ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ എത്രമാത്രം പ്രാർത്ഥനയിൽ ഒരുങ്ങിയിട്ടാണ് തങ്ങളുടെ ദാമ്പത്യ ധർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന്, ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതെന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം. ജോവാക്യമിൻ്റെയും അന്നയുടെയും മാതൃക പഠിക്കണം. അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് തലച്ചോറ് വളർന്നിട്ടില്ല എന്നും നെയ്സൽ ബോൺ ഡെവലപ്ഡ് ആയിട്ടില്ല എന്നും താടിയെല്ലിൻ്റെ ഭാഗത്ത് ഒരു ദ്വാരം മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് ഇത്രയേറെ പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് വളരെ വേഗം കുഞ്ഞിനെ അബോർഷൻ നടത്തുക, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക എന്ന നിർദ്ദേശം ഒന്നിലധികം ഡോക്ടർമാർ ഒരു കുടുംബത്തിന് നൽകി. എന്നിട്ട് പല സ്കാനുകളൊക്കെ നിർദ്ദേശിച്ച സമയത്ത് ഈ ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു.
പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു ജപമാല ആ സഹോദരിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയും ഭാര്യയോടും ഭർത്താവിനോടും ഇങ്ങനെ പറയുകയും ചെയ്തു, ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങൾ ഈ ജപമാല ഉദരത്തിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു 500 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കും. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദിവസം മുതൽ ഇവർ ഈ പ്രാർത്ഥന അവർ പിന്നീട് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞങ്ങൾ 500 അല്ല, എണ്ണം നോക്കാതെ ആയിരക്കണക്കിന് പ്രാവശ്യം ഓരോ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലി. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇല്ലാതിരുന്ന തലച്ചോറും നെയ്സൽ ബോണും അതുപോലെ താടിയെല്ലുമൊക്കെ പ്രിയപ്പെട്ടവരെ 8-ാം മാസത്തെ സ്കാനിങ് ആയപ്പോഴേക്കും അതെല്ലാം പൂർണ്ണമായി വളർന്നിരിക്കുന്നതായി റിപ്പോർട്ട് ലഭിക്കാനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയുമായിട്ട് അൾത്താരയിൽ വന്നു നിന്ന് അവർക്ക് സാക്ഷ്യം പറയാനും കർത്താവ് ഇടവരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന, തുടർച്ചയായ പ്രാർത്ഥന, തീക്ഷ്ണതയോടുകൂടെയുള്ള പ്രാർത്ഥന വളരാത്തതിനെ വളർത്തുകയും ഇല്ലാത്തതിനെ രൂപപ്പെടുത്തുകയും ചെയ്യും എന്നതിന് നമുക്ക് 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഉദ്ദേശിച്ചത് ഇതാണ്: കുഞ്ഞുങ്ങൾ പിറന്നു വീഴേണ്ടത് നിരന്തരമായ തീക്ഷ്ണതയുള്ള പ്രാർത്ഥനയുടെ ഉദരത്തിലാണ്, മടിത്തട്ടിലേക്കാണ്. അപ്പോൾ മറിയത്തിൻ്റെ ഈ ജന്മദിനം പ്രിയപ്പെട്ടവരെ, അത് നമുക്കെല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ജന്മദിനമാണ്. കാരണം അവൾ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ മാതാവാണ്. പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയായിരിക്കുന്നത് കൊണ്ട്, തിരുസഭയുടെ അമ്മയായിരിക്കുന്നത് കൊണ്ട് അവൾ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയാണ്. അവൾ വിശുദ്ധിയുടെ മാതൃകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്: ഈ തിരുനാൾ എന്തിനു വേണ്ടിയാണ്? ഈ തിരുനാൾ എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു 5 ഉത്തരങ്ങൾ അച്ഛൻ പെട്ടെന്ന് നൽകാൻ ശ്രമിക്കാം. ഒന്നാമതായി, രക്ഷാകര ചരിത്രത്തിലെ മറിയത്തിൻ്റെ പങ്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തിരുനാൾ. അമ്മയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് മറിയം രക്ഷാകര പദ്ധതിയിൽ എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, അവൾ എന്ത് കാര്യമാണ് ഈ രക്ഷാകര ചരിത്രത്തിൽ പൂർത്തിയാക്കിയത് എന്ന് ധ്യാനിക്കണം. രണ്ടാമതായി, ദൈവീക പദ്ധതികളുടെ രഹസ്യങ്ങളെ ധ്യാനിക്കണം. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവീക പദ്ധതിയുടെ സീക്രസി എന്ന് പറയുന്നത്? ദ സീക്രട്സ് ഓഫ് ഗോഡ്സ് പ്ലാൻ. അത് യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുക എന്ന ഒരു രഹസ്യം. അതാണ് രക്ഷാകര പദ്ധതിയുടെ രഹസ്യം എന്ന് പറയുന്നത്. ദൈവീക പദ്ധതികളുടെ രഹസ്യം എന്ന് പറയുന്നത് അതിനെ ധ്യാനിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ തിരുനാൾ. മൂന്നാമതായി, നമ്മുടെ തന്നെ സമർപ്പണത്തെ നവീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വിശുദ്ധിയിൽ ആയിരുന്നു, തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ തന്നെ സമർപ്പണത്തിൻ്റെ ഗ്രാഫ് അളക്കാൻ വേണ്ടിയാണ്. നമ്മുടെ തന്നെ സമർപ്പണത്തിന് എത്രമാത്രം ഉയരമുണ്ട്, എത്രമാത്രം ആഴമുണ്ട്, എത്രമാത്രം നീളവും വീതിയുമുണ്ട് എന്ന് ധ്യാനിക്കാനും നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കാനും വേണ്ടിയാണ്. നമ്മുടെ സമർപ്പണത്തിലുള്ള കുറവുകൾ കണ്ടുപിടിക്കാനുള്ള പ്രകാശമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ തന്നെ സമർപ്പണത്തെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ നമുക്ക് കണ്ടെത്താനും നമ്മുടെ സമർപ്പണത്തെ നമുക്ക് നവീകരിക്കാനും സാധിക്കും. നാലാമതായി, മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുക. പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മാതൃകയാണ് എന്നതുപോലെ തന്നെ നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അവൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നത്. നമ്മുടെ ബലഹീനതകളിൽ അവൾ നമ്മെ സഹായിക്കുന്നവളാണ്. നിത്യപുരോഹിതനായ ഈശോ പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് അക്കറയും കളങ്കവുമില്ലാത്ത കുഞ്ഞാട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് പോലെ
പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. നമുക്ക് കൃപ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ അവൾ തൻ്റെ നീലമേലങ്കിക്കുള്ളിൽ നമ്മെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അവളോട് മാധ്യസ്ഥം വഹിക്കുന്നവർ ഒരു കാലത്തും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ടല്ലോ. അഞ്ചാമതായി, എങ്ങനെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണ് ഈ തിരുനാളിൻ്റെ അവസാനത്തെ ലക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ ജനനം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് വലിയൊരു സംഭവമാകുന്നത്? പരിശുദ്ധ അമ്മയുടെ ജനനം ഒരു ഈവൻ്റായി മാറുന്നത് അവളുടെ ജീവിതവും അവളുടെ മരണവും അത് വിശുദ്ധമായിരുന്നത് കൊണ്ടാണ്. വിശുദ്ധമായ ജീവിതത്തിൻ്റെ ജനനമേ ആഘോഷിക്കപ്പെടുകയുള്ളൂ. അയാളുടെ ജനനം കൊണ്ടല്ല അയാൾ വലിയൊരാളായി മാറുന്നത്. അയാളുടെ ജീവിതം കൊണ്ടാണ് അയാൾ മഹാനോ മഹതിയോ ആയിത്തീരുന്നത്. അപ്പോൾ എനിക്കും എങ്ങനെ പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധനായി വിശുദ്ധയായി ജീവിക്കാൻ പറ്റും? വിശുദ്ധിയുടെ പടവുകളും വിശുദ്ധിയുടെ മാർഗങ്ങളും അന്വേഷിച്ച് അതിൽ സ്ഥിരതയോടുകൂടെ ചരിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ്. അപ്പോൾ എഫെസുസുകാർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് എഴുതുന്നു, യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അതായത് നമ്മൾ വിശുദ്ധരായി തീരണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം അവളുടെ ജനനത്തിൽ തന്നെ ഒരു പർപ്പസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം. അതേ ലക്ഷ്യം തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വിശുദ്ധിയിൽ ജീവിക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾക്കുണ്ടായ ഭാഗ്യം എന്താണ്? പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾക്ക് മാലാഖയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അവൾക്ക് തിരുക്കുമാരനെ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കാണാനുള്ള ഭാഗ്യമുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ കുരിശിൽ നിറക്കിയ ഈശോയുടെ തിരുശരീരം കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ കാണാൻ, സ്വർഗാരോഹണം ചെയ്യുന്ന ഈശോയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾ. പരിശുദ്ധ അമ്മയുടെ കാതുകൾ മാലാഖയെ കേൾക്കാൻ ഭാഗ്യമുണ്ടായ കാതുകളാണ്. ഈശോയുടെ കരച്ചിൽ കേൾക്കാൻ ഭാഗ്യമുണ്ടായ കാതുകളാണ്. ഈശോ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഭാഗ്യമുണ്ടായ കാതുകളാണ്. ഈശോയുടെ വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടായ കാതുകളാണ് അമ്മയുടെ കാതുകൾ. ആട്ടിടയരുടെയും ജ്ഞാനികളുടെയും മാലാഖമാരുടെയും ദൈവസ്തുതി കീർത്തനങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായ കാതുകളാണ് അമ്മയുടെ കാതുകൾ. അതുപോലെ അമ്മയുടെ അധരം ഈശോയോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ അധരമാണ്. ഈശോയെ ചുംബിക്കാൻ ഭാഗ്യം ലഭിച്ച അധരമാണ്. അമ്മയുടെ കരങ്ങൾ ഈശോയെ വഹിക്കാൻ ഭാഗ്യമുണ്ടായ കരങ്ങളാണ്. ഈശോയെ കൈപിടിച്ച് നടത്താൻ ഭാഗ്യമുണ്ടായ കരങ്ങളാണ്. കുരിശിൽ നിന്നെടുത്ത ഈശോയുടെ ശരീരം വഹിക്കാൻ ഭാഗ്യമുണ്ടായ കരങ്ങളാണ് അമ്മയുടെ കരങ്ങൾ. പ്രാർത്ഥനയിൽ ഉയർന്നു നിന്ന കരങ്ങളാണ് അമ്മയുടെ കരങ്ങൾ. അമ്മയുടെ കാലുകൾ ഈശോയ്ക്ക് വേണ്ടി നടക്കാൻ ഭാഗ്യം ലഭിച്ച കാലുകളാണ്. ഈശോയോടൊപ്പം കുരിശിൻ്റെ വഴിയിൽ നടക്കാൻ ഭാഗ്യം ലഭിച്ച കാലുകളാണ്. ഈശോയോടൊപ്പം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച കാലുകളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ, അവളുടെ ശരീരത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾക്ക് ഈശോയെ കാണാനുള്ള ഭാഗ്യമുണ്ട്. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ കാതുകൾക്ക് വചനത്തിലൂടെ ഈശോയെ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ ചുണ്ടുകൾക്ക്, നമ്മുടെ അധരത്തിന് ഈശോയെ നാവിൽ സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് അവിടുത്തെ സ്നേഹം ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ കരങ്ങൾക്ക് ഈശോയെ തൊടാനുള്ള ഭാഗ്യമുണ്ട്. ഈശോയ്ക്ക് വേണ്ടി കരമുയർത്താനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ കാലുകൾക്ക്
ഈശോയ്ക്ക് വേണ്ടി നടക്കാനുള്ള ദൗത്യമുണ്ട്. സുവിശേഷം പ്രഘോഷിച്ച് നന്മ ചെയ്ത് ഈശോയ്ക്ക് വേണ്ടി ഈശോയെപ്പോലെ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശരീരം എപ്രകാരമാണോ ഈശോയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത്, അതുപോലെ ഈശോയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ശരീരമായി എൻ്റെ ശരീരവും രൂപാന്തരപ്പെടണം എന്ന് ഇന്ന് പരിശുദ്ധമ്മയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് അമ്മയുടെ ജനനം വിലയുള്ള ജനനമായി മാറിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജന്മം വിലയുള്ള ജന്മമായി മാറുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും ഈ ദിവസം വളരെ പ്രത്യേകമായി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവളുടെ മാതൃക നമ്മുടെ ജീവിതത്തിന് പ്രകാശമായി തീരട്ടെ എന്നും. നമുക്ക് കണ്ണുകളടക്കാം. കാരുണ്യവാനായ പിതാവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവളുടെ ജന്മത്തിലൂടെ കൃപയുടെ പുതിയ യുഗത്തിന് അങ്ങ് ആരംഭം കുറിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും കൃപയാൽ നിറഞ്ഞ് കൃപയുടെ മനുഷ്യരായി ജീവിക്കാൻ കൃപ നൽകണമേ, വരം നൽകണമേ. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജീവിതമായതുപോലെ അവളുടെ ശരീരം ഈശോയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ശരീരമായതുപോലെ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഈശോയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാക്കി തീർക്കണമേ. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.